ഹായ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, കേട്ടറ്റ് എക്സാം വളരെ അടുത്തു. ഇന്ന് നമ്മൾ വളരെ മുമ്പുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. 2013 സെപ്റ്റംബറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യ പേപ്പറാണ്. നമുക്ക് സ്പീഡിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്യാം. നിങ്ങൾ ആദ്യത്തെ ചോദ്യം നോക്കൂ. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ പ്രത്യേക സംഭവങ്ങൾ രേഖപ്പെടുത്തി സ്കൂളിൽ സൂക്ഷിക്കുന്ന ശേഖരം അറിയപ്പെടുന്നത് ദ ബുക്ക് വിച്ച് കണ്ടെയ്ൻസ് പെർട്ടിക്കുലർ ഇവൻറ്റ്സ് അബൌട്ട് എ ചൈൽഡ് വിച്ച് ഈസ് കെപ്റ്റ് ഇൻ സ്കൂൾ. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ സൂക്ഷിക്കുന്ന റെക്കോർഡുകളാണ് അനക്ഡോട്ടൽ റെക്കോർഡ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്, ലോഗ് ബുക്ക്, ക്ലിനിക്കൽ റെക്കോർഡ്. ഇതിൽ പ്രത്യേക സംഭവങ്ങളൊക്കെ എവിടെയാണ് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത്? അനക്ഡോട്ടൽ റെക്കോർഡിലാണ്. ക്യുമുലേറ്റീവിൽ ആ കുട്ടിയുടെ സമഗ്രമായ കാര്യങ്ങളാണ് അല്ലേ, സമഗ്രമായ കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടതാണ് ക്യുമുലേറ്റീവ്. അടുത്ത ചോദ്യം നോക്കൂ. ADHD എന്നിവയുടെ ശരിയായ പൂർണ്ണരൂപം തിരഞ്ഞെടുക്കുക. എന്താണ്? അറ്റൻഷൻ ഡിഫിക്കൽട്ടി ആൻഡ് ഹൈറ്റ് ഡെഫിഷ്യൻസി, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡേഴ്സ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ആൻഡ് ഹാർട്ട് ഡിസ്ഫങ്ഷൻ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹാർമോണൽ ഡിസോർഡേഴ്സ്. ഏതായിരിക്കും ശരി? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഏത് ബോധന രീതിയിലാണ് അധ്യാപിക വൈകല്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാനായി വ്യത്യസ്ത സ്കൂളുകളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത്? ഏതാണ്? ഡ്യുവൽ ടീച്ചിങ് മോഡൽ, റിസോഴ്സ് മോഡൽ, ഇറ്റിനറൻ്റ് ടീച്ചിങ് മോഡൽ, ഇൻക്ലൂസീവ് മോഡൽ. അതിൽ ഇറ്റിനറൻ്റ് ടീച്ചിങ് മോഡലാണ്. ഏതാണ്? ഇറ്റിനറൻ്റ് ടീച്ചിങ് മോഡൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. PWD ആക്ട്, അതായത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് വാസ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ്? 1995 കേട്ടോ, 1995. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. രമ എന്ന പെൺകുട്ടിക്ക് 10 വയസ്സ് പ്രായമുണ്ട്. അവളുടെ മാനസിക വയസ്സ് 6. ഭൗതിക നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടി ഏത് കൂട്ടത്തിൽപ്പെടും? അതായത് മെൻ്റൽ ഏജ് 10. അതുപോലെ തന്നെ മെൻ്റൽ ഏജ് 6 കേട്ടോ. അതുപോലെ അവളുടെ കറൻറ്റ് അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഏജാണ് എന്ത്? 10 വരുന്നത്. ഇവിടെ നോക്കൂ. മെൻ്റൽ ഏജ് കുറയുകയും ക്രോണോളജിക്കൽ ഏജ് കൂടുകയും ചെയ്താൽ ആ കുട്ടി ഏത് വിഭാഗത്തിൽപ്പെടും? ഗിഫ്റ്റഡ്, എബോ ആവറേജ്, ആവറേജ്, ബിലോ ആവറേജ്. ഇവിടെ കുട്ടി പെടുന്നത് ബിലോ ആവറേജ് ആണ് കേട്ടോ. ശ്രദ്ധിക്കുക. മെൻ്റൽ ഏജ് ശരിക്കും എന്ത് ചെയ്യണം? കൂടിയാൽ മാത്രമേ അല്ലേ MA/CA × 100 ഇങ്ങനെയാണ് നമ്മൾ IQ കണ്ടെത്തുക. ഇവിടെ മെൻ്റൽ ഏജ് കൂടിയാൽ മാത്രമേ എന്ത് കൂടുകയുള്ളൂ? IQ കൂടുകയുള്ളൂ. IQ കൂടിയാൽ മാത്രമേ ഗിഫ്റ്റഡും എബോ ആവറേജൊക്കെ ആയി മാറുകയുള്ളൂ. നമ്മൾ ഇതിൻ്റെ ആ സ്കെയില് പഠിക്കണം കേട്ടോ. ഏകദേശം ആവറേജ് വരും 90 മുതൽ 110 അല്ലെ 115 വരെയൊക്കെ. ഇതാണ് ആവറേജ് ലെവൽ. ഇതിനെയും താഴെയാണ് എന്ത് ചെയ്യുന്നത്? ബിലോ ആവറേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗിഫ്റ്റഡ് 130 വന്നാൽ ഗിഫ്റ്റഡ് ചൈൽഡിൽ നമുക്ക് ഉൾപ്പെടുത്താം. അതിൻ്റെ മുകളിലേക്കൊക്കെ ഗിഫ്റ്റഡ് ചൈൽഡിൽ നമുക്ക് ഉൾപ്പെടുത്താം. അടുത്ത് നോക്കൂ. താഴെ പറയുന്നവയിൽ പഠന വൈകല്യത്തിൻ്റെ സവിശേഷത അല്ലാത്തതേത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് ഡിസാബിലിറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ അക്കാഡമിക് ബാക്ക്വേർഡ്നെസ്, ലോ ലെവൽ ഓഫ് ഇൻ്റലിജൻസ്, ഡിഫിക്കൽട്ടീസ് വിത്ത് ലാംഗ്വേജ്, ഡിഫിക്കൽട്ടീസ് വിത്ത് നമ്പേഴ്സ്. ഇതിലേതാണ് ലേണിംഗ് ഡിസാബിലിറ്റി അല്ലാത്തത്? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് അതേതാണ്? ലോ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് കുറഞ്ഞതുകൊണ്ട് ലേണിംഗ് ഡിസാബിലിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ലേണിംഗ് ഡിസാബിലിറ്റി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തുണ്ടാവും? അക്കാഡമിക് ബാക്ക്വേർഡ്നെസ് ഉണ്ടാവും, ലാംഗ്വേജുമായിട്ടുള്ള ഡിഫിക്കൽറ്റി അതുണ്ടാകാൻ സാധ്യതയുണ്ട്, നമ്പേഴ്സുമായിട്ടുള്ള ഡിഫിക്കൽറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ ബോയ് ഹൂ ഈസ് പെർഫോമിംഗ് പോർലി ഇൻ മാത്തമാറ്റിക്സ് ടെസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആട്രിബ്യൂട്ട് ഹിസ് ഫെയിലിയർ ടു ടീച്ചർ ഹൂ ടീച്ചേഴ്സ് ദ സബ്ജക്റ്റ്. ഒരു കുട്ടി മാത്സിൽ എപ്പോഴും പരാജയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ അധ്യാപികയാണ് പരാജയത്തിൻ്റെ കാരണം ആരോപിക്കുന്നത്. ഇതെന്ത് ഡിഫൻസ് മെക്കാനിസമാണ്? സബ്ലിമേഷൻ, റിയാക്ഷൻ ഫോർമേഷൻ, പ്രൊജക്ഷൻ, റിഗ്രഷൻ. ഏതാണ് ഉത്തരം? ഉത്തരം പ്രൊജക്ഷനാണ് കേട്ടോ. തൻ്റെ കുറവുകൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നതിന് പ്രൊജക്ഷൻ എന്നാണ് പറയുക, അതല്ലെങ്കിൽ പ്രക്ഷേപണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ബന്ധുരയുടെ അഭിപ്രായത്തിൽ നിരീക്ഷണ പഠനത്തിൽ അടങ്ങിയിരിക്കുന്ന 4 പ്രക്രിയ Which of the following process are involved in observational learning
അക്കോർഡിംഗ് ടു ദ ആൽബർട്ട് ബന്ദുര. ഒബ്സർവേഷൻ ലേണിംഗ് ആരുമായി ബന്ധപ്പെട്ടതാണ്? ആൽബർട്ട് ബന്ദുരയാണ്. ഏതാണ് ഓപ്ഷൻ നോക്കൂ. അറ്റൻഷൻ, റിട്ടൻഷൻ, പെർഫോമൻസ്, മോട്ടിവേഷൻ. അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ആക്ഷൻ, റിട്ടൻഷൻ. ഇൻട്രസ്റ്റ്, അറ്റൻഷൻ, പെർസിപ്ഷൻ, പെർഫോമൻസ്. അറ്റൻഷൻ, റിട്ടൻഷൻ, പെർസിപ്ഷൻ, മോട്ടിവേഷൻ. ഏതാണ് ഇവിടെ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഏതാണ്? അറ്റൻഷൻ, റിട്ടൻഷൻ, പെർഫോമൻസ്, മോട്ടിവേഷൻ. അതുപോലെ ഇതിൽ നോക്കൂ, മൂന്നാമത്തത് പെർഫോമൻസ്. അവിടെ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാം, പ്രൊഡക്ഷൻ എന്നും പറയാം കേട്ടോ. പ്രൊഡക്ഷൻ എന്നും അവിടെ കൊടുക്കാം. ഇതാണ് 4 ഘട്ടങ്ങൾ. അടുത്ത ചോദ്യം നോക്കൂ. ഷെൽഡൻ്റെ അഭിപ്രായത്തിൽ എക്ടോമോർഫിക് ആയ വ്യക്തികളുടെ പ്രത്യേകത. എക്ടോമോർഫിക് നമ്മൾ പേഴ്സണാലിറ്റിയിലുള്ള ഒരു പ്രത്യേക രീതിയായിരുന്നു ഷെൽഡൻ്റെ വർഗീകരണം. അതിൽ എക്ടോമോർഫിക് എന്ന് പറഞ്ഞാൽ ഏത് വിഭാഗമാണ്? ഇൻട്രോവേർട്ടഡ്, എക്സ്ട്രോവേർട്ടഡ്, ലേസി, റിസ്ക് ലോവിങ്. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇൻട്രോവേർട്ടഡ്, അന്തർമുഖത്വമുള്ള വ്യക്തികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു കുട്ടിയിൽ നേട്ടം കൈവരിക്കാനുള്ള, അതായത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനാണ് ഉദ്ദേശിക്കുന്നത്. അച്ചീവ്മെൻറ്റ് മോട്ടീവ്. അപ്പോൾ ഒരു കുട്ടിയിൽ നേട്ടം കൈവരിക്കാനുള്ള അഭിവാഞ്ഛ വളർത്താൻ ഉപയുക്തമായത്. ഇംഗ്ലീഷ് നോക്കൂ. അച്ചീവ്മെൻറ്റ് മോട്ടീവ് ഇൻ എ ചൈൽഡ് ക്യാൻ ബി ഡെവലപ്ഡ്. പ്രോപ്പർ ഗൈഡൻസ് ആൻഡ് ഹൈ എക്സ്പെക്റ്റേഷൻ ഫ്രം ദ ചൈൽഡ്. കുട്ടിയുടെ ഉയർന്ന പ്രതീക്ഷയും അനുയോജ്യമായ മാർഗനിർദ്ദേശം, അതായത് ആവശ്യമായ മാർഗനിർദ്ദേശം കൊടുക്കുക, അത് വേണമല്ലോ. ടെല്ലിങ് ദ സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് മെൻ ടു ദ ചൈൽഡ്. കുട്ടികൾക്ക് വലിയ വലിയ ആളുകളുടെ സ്റ്റോറി പറഞ്ഞു കൊടുക്കുക, അതും അച്ചീവ്മെൻറ്റ് മോട്ടിവേഷന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. സെറ്റിംഗ് എ റിയലിസ്റ്റിക് ഗോൾ ഫോർ ദ ചൈൽഡ്. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള യാഥാർത്ഥ്യ അധിഷ്ഠിതമായ ലക്ഷ്യബോധം കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ ഓൾ ഓഫ് ദീസ് ഏതായിരിക്കും? എല്ലാം ശരിയാകുമ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി, അതായത് എല്ലാം ശരിയാണ് അല്ലേ. ഇതിൻ്റെ മറ്റൊന്ന്, ആരാണ് ഇതിൻ്റെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ്റെ ആള്? മക്ലെലൻ. ആരാണ്? മക്ലെലൻ. ഈ വേർഡും കൂടി ഓർത്തിരിക്കുക. ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു തിയറിയാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. അടുത്ത നോക്കൂ. അധ്യാപിക സങ്കീർണമായൊരു ആശയം സന്തോഷകരമായ ഒരു ചോദകവുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നു. അത്തരം കുറേ ആവർത്തനങ്ങൾക്ക് ശേഷം കുട്ടികളിൽ ആ വിഷയം ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. ഇത് ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എ ടീച്ചർ ട്രൈസ് ടു ടീച്ച് എ കോംപ്ലക്സ് ഐഡിയ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം പ്ലസൻറ്റ് സ്റ്റിമുലസ് ആൻഡ് ആഫ്റ്റർ റിപ്പീറ്റഡ് യൂസ് ഓഫ് ദ സിറ്റുവേഷൻ ദ സ്റ്റുഡൻസ് ബിഗൺ ടു ലൈക്ക് ദ സബ്ജക്റ്റ്. കോംപ്ലക്സ് സിറ്റുവേഷനെ ഇഷ്ടപ്പെടുത്താൻ അധ്യാപിക സ്വീകരിച്ചൊരു മാർഗമാണിത്. ഏത് ലേണിംഗ് തിയറിയാണ് ഇവിടെ ടീച്ചർ ഉപയോഗിച്ചത്? ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറൻ്റ് കണ്ടീഷനിങ്, ഇൻസൈറ്റ് ലേണിംഗ്, ട്രയൽ ആൻഡ് എറർ കണ്ടീഷനിങ്. ഏതാണ്? ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. ഏതാണ്? ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ എ ആണോ? ഏതായാലും ഇത് കണ്ടീഷനിങ് അല്ലേ. ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഏതാണ് ഉത്തരം? ക്ലാസിക്കൽ കണ്ടീഷനിങ്. അടുത്ത ചോദ്യം നോക്കൂ. വെൻ വൺ കണ്ടീഷൻ സ്റ്റിമുലസ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് അനദർ ഇറ്റ് ഈസ് കോൾഡ്. ഒരു അനുബന്ധന ചോദകം ഉപയോഗിച്ച് മറ്റൊരു അനുബന്ധനം രൂപപ്പെടുത്തുന്നത് എന്തിനുദാഹരണമാണ്? സ്പോണ്ടാനിയസ് റിക്കവറി, എക്സ്റ്റിങ്ഷൻ, ഷേപ്പിംഗ്, ഹയർ ഓർഡർ കണ്ടീഷനിങ്. ഉത്തരം ഏതാണ്? ഉത്തരം ഹയർ ഓർഡർ കണ്ടീഷനിങ്. അതായത് ഒരു കണ്ടീഷൻ സ്റ്റിമുലസ് ഉപയോഗിച്ചില്ലേ, എന്തിന്? മറ്റൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അതിനാണ് ഹയർ ഓർഡർ കണ്ടീഷനിങ് എന്ന് പറയാം. അബ്രഹാം മാസ്ലോ അടിസ്ഥാനപരമായി ആരാണ്? പ്രാഗ്മാറ്റിസ്റ്റ് ആണോ, കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണോ, ഹ്യൂമനിസ്റ്റ് ആണോ, ബിഹേവിയറിസ്റ്റ് ആണോ? മാസ്ലോ ഏത് വിഭാഗത്തിൽ പെടും? ഹ്യൂമനിസ്റ്റ് ആണ്. ആരാണ്? ഹ്യൂമനിസ്റ്റ്, മാനവികവാദി. അടുത്ത നോക്കൂ. ആദ്യമായി പൊതുവിദ്യാഭ്യാസത്തെ മനഃശാസ്ത്രവുമായി ബന്ധിപ്പിച്ച തത്വശാസ്ത്രജ്ഞൻ ആരാണ്? അരിസ്റ്റോട്ടിൽ, പെസ്റ്റലോസി, ജോൺ ലോക്ക്, വില്യം വൂണ്ട് നമുക്കറിയാം. ആദ്യമായിട്ട് മനഃശാസ്ത്ര പരീക്ഷണശാല ആരംഭിച്ച ആളാണ് ആര്? വില്യം വൂണ്ട്. നമുക്കിവിടെ ഉത്തരം ആർക്ക് കൊടുക്കാം? ഉത്തരം പെസ്റ്റലോസിയാണ് കേട്ടോ, പെസ്റ്റലോസി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മനുഷ്യ വ്യവഹാരം പഠിക്കുന്നതിന് താഴെ പറയുന്നതിൽ ഏത് രീതിയാണ് കൂടുതൽ വസ്തുനിഷ്ഠമായത്? അതായത് ഏറ്റവും ഒബ്ജക്റ്റീവ് മെത്തേഡ് ഏതാണ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റഡിങ് ഹ്യൂമൻ ബിഹേവിയർ? ഇൻ്റർവ്യൂ, ഇൻട്രോസ്പെക്ഷൻ, ഇൻവെൻ്ററി, ഡ്രീം അനാലിസിസ്. ഇതിലെല്ലാം
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യൻ്റെ സ്വഭാവത്തെ പഠിക്കാൻ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ ഒബ്ജക്റ്റീവ് മെത്തേഡ് ഏതാണ്? അത് ഇൻവെൻ്ററി ആണ് കേട്ടോ. ഇൻവെൻ്ററി ഓപ്ഷൻ. അപ്പോൾ 15 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും അടുത്ത വീഡിയോയും കാണുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.